രാവിലെ 7 മണിയോടെയാണ് അരുവിക്കരയ്ക്ക് സമീപം കുമ്മിയിൽ പൈപ്പ് ലൈനിൽ പൊട്ടലുണ്ടായത്. അരുവിക്കര ഡാമിൽ നിന്നും തിരുവനന്തപുരം നഗരത്തിൽ വെള്ളമെത്തിക്കുന്ന പ്രധാന പൈപ്പ് ലൈനാണ് പൊട്ടിയത്. മണ്ണിനടിയിൽ വെച്ച് പൊട്ടിമാറിയ പൈപ്പിൽ നിന്നും വെള്ളം ഒലിച്ച് സമീപത്തെ 100 മീറ്ററോളം ചുറ്റളവിലുള്ള മണ്ണ് ഒലിച്ചുപോയി. നിരവധി മരങ്ങളും വെള്ളം കുത്തിയൊലിച്ച് കടപുഴകി വീണു. മനഃപൂർവ്വം പൊട്ടിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഇത് ഈ മാർച്ച് 31 മുമ്പ് കേന്ദ്ര ഗവൺമെൻറ് ഫണ്ടുണ്ട്, അതവർക്ക് ഇതിൽ തീർക്കണം. വാട്ടർ അതോറിറ്റി കഴിഞ്ഞ കാലങ്ങളായി ഞങ്ങളിത് വാട്ടർ അതോറിറ്റി MD അടക്കമുള്ളവരുടെ ഈ കാരണങ്ങൾ വിശദീകരിച്ചതാണ്. അപ്പോൾ അവരൊക്കെ നമ്മുടെ പല വേറെ ന്യായീകരണങ്ങൾ പറഞ്ഞാണ് അടയ്ക്കുന്നത്. മൺപൈപ്പ് മാത്രം പൊട്ടിക്കാന്ന് പറഞ്ഞാൽ അവർക്കിത് പൊട്ടിച്ചു ഇത് ഉപയോഗമില്ല എന്ന് കാണിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കോടികൾ തട്ടിയെടുക്കാനുള്ളൊരവസ്ഥയാണ്. അപകടത്തെ തുടർന്ന് വാട്ടർ അതോറിറ്റി പമ്പിംഗ് നിർത്തിവെച്ചു. കഴിഞ്ഞ ദിവസവും ഇതേ പൈപ്പ് ലൈനിൽ 4 ഇടങ്ങളിൽ പൊട്ടലുണ്ടായിരുന്നു. ഇതേ തുടർന്നുണ്ടായ വിള്ളലാണ് ഇന്ന് വീണ്ടും പൈപ്പ് ലൈനിൽ അപകടമുണ്ടാവാൻ കാരണമെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തെ തുടർന്ന് അരുവിക്കരയിൽ നിന്നുള്ള പൈപ്പ് ലൈനിന്റെ പലയിടങ്ങളിലും വിള്ളലുണ്ടായിട്ടുണ്ടെന്നും വാട്ടർ അതോറിറ്റിയുടെ പരിശോധനയിൽ കണ്ടെത്തി. കുമ്മിയിൽ പൈപ്പ് ലൈൻ പൊട്ടിയതറിഞ്ഞിട്ടും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്താൻ വൈകിയെന്നും ആരോപണമുയർന്നിട്ടുണ്ട്. JCB ഉപയോഗിച്ച് മണ്ണ് മാറ്റിയാണ് ജലവിതരണം പുനഃസ്ഥാപിക്കാനുള്ള ജോലികൾ പുരോഗമിക്കുന്നത്. എന്നാൽ സ്ഥലത്ത് വേണ്ടത്ര ഉപകരണങ്ങളോ ജീവനക്കാരോ ഇല്ലാത്തത് ജലവിതരണം പുനഃസ്ഥാപിക്കുന്നത് കൂടുതൽ വൈകിച്ചേക്കും. ഇന്ത്യ വിഷൻ, തിരുവനന്തപുരം.